അങ്ങനെ പറഞ്ഞ് നോമ്പിങ്ങ് വന്നെത്തി. ഞങ്ങൾക്ക് ഇന്നലെയാണ് കേട്ടോ ഇവിടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാട്ടിലൊക്കെ ഇന്നാണല്ലോ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ നോമ്പ് വണ്ണിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇക്കുവാണ് കേട്ടോ ആപ്പിൾ ഷേക്ക് അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്പിളും ഒരു 2 കവർ ബൂസ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഷുഗറും പിന്നെ മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3-4 ഐസ് ക്യൂബൊക്കെ ഇട്ട് നല്ല ചൂട് സമയത്തൊക്കെ കുടിക്കുമ്പോൾ നല്ല ചില്ലായിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾ ഐസ് ക്യൂബും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി വരുന്നതേ ഉള്ളൂ. അപ്പം ഐസ് ക്യൂബൊക്കെ യൂസ് ചെയ്താൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് തണുപ്പായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഡേറ്റ്സ്. ഈ പ്രാവശ്യം എന്താണേലും പൊരിപ്പ് ഐറ്റംസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. ഓരോ പൊരിപ്പ് ഐറ്റംസ് ഒക്കെ മതി, ഇല്ലെങ്കിൽ 2, 3, 4 ഐറ്റം പൊരിപ്പൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതാ സമൂസയാണ് കേട്ടോ പൊരിപ്പ് ഐറ്റംസിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻകൂട്ടന് ബർഗർ വേണമെന്ന് പറഞ്ഞിട്ടാണ് ബർഗർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആപ്പിൾ ഷേക്ക് അടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട്. അങ്ങനെ ഇതാ ബർഗറൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ച് കൊടുത്തെങ്കിലും ആൾ ബർഗറിനകത്തുനിന്ന് ബണ്ണും ചീസും ചിക്കൻ പാറ്റിയും മാത്രം കഴിച്ചിട്ട് അതിനകത്തുനിന്ന് ടൊമാറ്റോയും ഒനിയനൊക്കെ അങ്ങ് മാറ്റി അങ്ങ് വെച്ചു. പിന്നെ രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട് ഒറോട്ടിയും ബീഫ് റോസ്റ്റും മുട്ട റോസ്റ്റും പിന്നെ നല്ല ചൂട് ചായയൊക്കെ ആയിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളുടെ നോമ്പ് വണ്ണിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം നന്നായിട്ടൊക്കെ കഴിഞ്ഞു.